നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രണ്ട്ലി മത്സരത്തിൽ ഇംഗ്ലണ്ട് വെയിൽസിനെ തകർത്തിരിക്കുന്ന ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. ബുക്കായോ സാക്കയുടെ ഒരു ഒരു സൂപ്പർ ഗോൾ ഉണ്ടായിരുന്നു. കൂടാതെ റോജേഴ്സും വാറ്റ്കിൻസുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഗോളടിയൊക്കെ കഴിഞ്ഞിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ വാറ്റ്കിൻസും ഗോർഡനും റോജേഴ്സും സാക്കയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് മൂറും ബ്രൂക്സും വിൽസണും ജോൺസണും ഒക്കെ ചേർന്നുകൊണ്ടാണ് വെയിൽസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. ഗുയയുടെ അസിസ്റ്റിൽ നിന്നാണ് റോജേഴ്സിൻ്റെ ഗോൾ പിറക്കുന്നത്. പിന്നാലെ ഗുയയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ വാറ്റ്കിൻസിൻ്റെ ഗോൾ പിറന്നു. അങ്ങനെ 11 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായി. പിന്നീട് 20-ാമത്തെ മിനിറ്റിലാണ് സാക്കയുടെ ആ സൂപ്പർ ഗോൾ പിറക്കുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നെ നിരവധി മാറ്റങ്ങൾ ഇരു ടീമുകളും വരുത്തി. ഫ്രണ്ട്ലി മത്സരമാണല്ലോ. ഏതായാലും ഒടുവിൽ ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ വിജയം തന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ഇംഗ്ലണ്ടിന് അടുത്ത മത്സരം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ്. ലാറ്റ്വിയക്കെതിരെ 15-ാം തീയതി ഒക്ടോബർ 15-ന് പുലർച്ചെ 12:15 ആ ഒരു മത്സരം നടക്കുന്നത്. നിലവിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇംഗ്ലണ്ട് അനായാസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കളിച്ച 5 കളികളും വിജയിച്ച് 15 പോയിൻറ്റോടെ ഗ്രൂപ്പ് കെയിൽ അവർ 1-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.